3 മണിക്കൂർ പിന്നെ യാത്ര ചെയ്ത് ഇവിടെ വന്ന് ടൊയോട്ട യാറിസ് മേടിക്കാനായിട്ട് അവിടെയൊന്നും ഇതൊന്നും കിട്ടത്തില്ലേ ബ്രോ? തന്നെ എടുക്കുന്ന പിന്നെ തിരിച്ചു കൊണ്ടുപോകണം, ഇതൊക്കെ നഷ്ടമല്ലേ? അങ്ങനെ നമ്മൾ 2 പേരുടെ അവിടെ ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പം വേറൊരു എമണ്ടൻ സർപ്രൈസ് ഉണ്ടായി. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റും, അത് നമുക്ക് കാണാം ഇല്ലേ? എന്ത് സർപ്രൈസ് ആയിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. ആളെ നമ്മളിപ്പോ കാണാൻ പോവാണ്. ആളെ ഉടനെ തന്നെ കാണിച്ചു തരാം. ബ്രോ വിത്ത് പെർമിഷൻ. ഹായ്. ഞങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. പേര് ഷൈജു. എവിടെയാ? നാട്ടിലെവിടെയാ? റാന്നി. ആ, ഞാൻ മാവേലിക്കരയാണ്. ഓക്കെ, നൈസ് ടു മീറ്റ് യു. നമുക്ക് ഇന്നത്തെ ഫോണിലുള്ള പരിചയമുള്ളല്ലേ? 2 ആഴ്ച ഒരു 3 ദിവസം മുമ്പ് നിങ്ങൾ 2 പേരെ ഞാൻ കണ്ടു. ഞങ്ങളെ 2 പേരെയോ? ആ, യൂട്യൂബിൽ തന്നെയാ. ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് നിങ്ങൾ 2 പേരും വണ്ടിയെ പറ്റി പറയുന്നു. വണ്ടിയെ പറ്റി സെർച്ച് ചെയ്തപ്പോ ഞങ്ങളെ കണ്ടു ഇല്ലേ? ഓ, അതൊരു സർപ്രൈസിങ് സന്തോഷ വാർത്തയാണ്. യാരിസിനെ പറ്റി അല്ലെ ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ നമുക്ക് ജസ്റ്റ് പ്രേക്ഷകർക്ക് കൂടെ ഒരു അറിവാവട്ടെ. ബ്രോ ആദ്യം നോട്ടാണ് നോക്കിയത് ഇല്ലേ? ഞാൻ നിസാൻ നോട്ടാണ് നോക്കിയത്. ഗാൽവേയിലായി നോക്കിയത്. ഓക്കെ. അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ആക്ച്വലി കൂടുതൽ താല്പര്യം ടൊയോട്ട യാരിസിനോടായിരുന്നു. ഓക്കെ. പിന്നെ യാരിസ് എടുക്കണമെന്നുള്ള അവിടെ യാരിസിന്റെ ഓപ്ഷൻസ് ഒന്നും അത് ഇല്ലാത്തതുകൊണ്ട് നേരിട്ട് ഇങ്ങോട്ട് അവിടെ കാണാൻ കൂടുതൽ ഷോ കാര്യങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. ഓക്കെ. പിന്നെ എല്ലാവരും അവർ പറയുന്നത് നിസാൻ ആണെങ്കിൽ പോലും അത് എനിക്കൊരു വണ്ടി കൊള്ളാം, പക്ഷേ എന്നാലും എനിക്കൊരു യാരിസിനോട് കൂടുതൽ താല്പര്യം ഉള്ളത് കൊണ്ടാണ് ഇവിടെ വരികയും ഇത് കാണാനുള്ള ഭാഗ്യവത്തത്. ഐറിഷ് ടുഡേയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ബ്രോ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഒരു സ്ട്രൈക്ക് ചെയ്ത ഒരു വേർഡാണ്. നമ്മളിവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റൊക്കെ ബിഗിനേഴ്സ് ആകുമ്പോഴത്തേക്ക് നമ്മൾ നല്ല രീതിയിൽ റെൻ്റൊക്കെ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ തുടക്കത്തിൽ തന്നെ വലിയൊരു പോർഷൊന്നും വണ്ടി എടുക്കാതെ ഒരു ഹൈബ്രിഡ് വണ്ടി എടുക്കുക. അപ്പോൾ ഒരു ഫാമിലി ബഡ്ജറ്റിന് ഇണങ്ങിയ വണ്ടിയാണ് ഇല്ലേ ഈ ടൊയോട്ട യാരിസ്? അറിയാലോ, വണ്ടി എടുക്കാൻ നേരത്ത് ഒരു 1500 ഷോറൂം കാണും, പിന്നെ ഒരു 1500 മോഡൽ വണ്ടികൾ കാണും. ഈ ബ്രോ എന്നെ വിളിച്ചപ്പോഴേ ഞാൻ ബ്രോയുടെ ആദ്യമേ പറഞ്ഞ് എന്താ നിങ്ങൾക്ക് വേണ്ട വണ്ടി ഏതാന്നുള്ളത് സെർച്ച് ചെയ്യുക, ഇഷ്ടമുള്ള വണ്ടി പറയുക, ശേഷം ആ കട അല്ലെങ്കിൽ ഷോപ്പ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കൊണ്ട് കാണിക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ പുള്ളി ആദ്യം പറഞ്ഞ് എനിക്ക് ടൊയോട്ടയുടെ ഏതെങ്കിലും വണ്ടി മതി. പിന്നെ അടുത്ത പുള്ളി പറഞ്ഞ് ടൊയോട്ട യാരിസ് എന്നുള്ള വണ്ടി മതി. ഞാൻ പറഞ്ഞു ഗൂഗിളിൽ കയറി അല്ലെങ്കിൽ ഇവിടുത്തെ കാർ സെയിൽ സൈറ്റായ ഡണ്ടിയിലോ അങ്ങനത്തെ സൈറ്റിൽ കയറിയിട്ട് സെർച്ച് ചെയ്യുക, നമ്മുടെ ബഡ്ജറ്റ് അടിച്ചു കൊടുക്കുക. ഓരോരുത്തരും നമുക്ക് ഇത് ചെയ്യാമല്ലോ, ഫിൽറ്റർ ചെയ്യാം. ഫിൽറ്റർ അയച്ചു കൊടുത്തപ്പോൾ പുള്ളിക്കൊരു വണ്ടി ഇഷ്ടപ്പെട്ടു, ഇന്ന സ്ഥലത്ത് ഡബിളിനാണ്. ഞാൻ പറഞ്ഞു ഓക്കെ, ഡയറക്റ്റ് വന്നോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ പിന്നെ വണ്ടി പോയി കണ്ടു. വണ്ടി നമ്മളിപ്പോൾ ആദ്യമായിട്ട് പോയി കാണുമ്പം ഇല്ലേ, നമ്മൾ പറ്റുവാണെങ്കിൽ ഒരു 2-3 പേര് നമ്മളെപ്പോൾ ഇതുപോലെ അങ്ങനെ പോയി കാണുക. പിന്നെ നമ്മൾ എന്തൊക്കെയായിരിക്കും മെയിനായിട്ട് തുടക്കത്തിൽ ഒരു വണ്ടി ചെന്ന് കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രധാനമായിട്ടും? പ്രത്യേകിച്ച് വണ്ടി എടുക്കുകയാണെങ്കിൽ കഴിവതും ഡീലർമാരെ വണ്ടി എടുക്കുന്നതായിരിക്കും ഒരു കണക്കിന് നല്ലത്. അറ്റ്ലീസ്റ്റ് ഒരു 6 months വാറണ്ടിയെങ്കിലും തരും. അതായിരിക്കും ഒരു കണക്കിന് എൻ്റെ അഭിപ്രായത്തിൽ, പേഴ്സണൽ അഭിപ്രായത്തിൽ. അല്ലെങ്കിൽ നല്ല മെക്കാനിക്കായിട്ട് വണ്ടിയെക്കുറിച്ച് അറിയാവുന്ന ഒരാളാണെങ്കിൽ പ്രൈവറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ പക്ഷേ വില കുറച്ച് കിട്ടും. പക്ഷേ നമുക്ക് ഗ്യാരണ്ടി ഒന്നുമില്ല. അവനവനെ കഴിവുണ്ടെങ്കിൽ എടുക്കുകയാണ്, അതാണ് ഏറ്റവും നല്ലത്, വില കുറച്ച് കിട്ടണമെങ്കിൽ. ഈ പുതുതായിട്ട് ഇവിടെ വരുന്ന ഒരാൾ എൻ്റെ അഭിപ്രായത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരു ഡീലറിൽ നിന്ന്, നല്ലൊരു ഡീലറിൽ നിന്ന് എടുക്കുക. അത് ഈ സിമി അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ ഡീലർമാരുണ്ട്. അത് ഇവിടുത്തെ ഗവൺമെൻറ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള കമ്പനികളാണ്. എന്തുകൊണ്ട് അവർ ഒരു പേഴ്സണലായിട്ടൊരു അല്ല, ഒരു കമ്പനിയുടെ പേരിൽ നമുക്കൊരു 6 മാസം വാറണ്ടി തരുന്നുണ്ടല്ലോ. അത് തന്നെ എല്ലാവരും സെമി അപ്രൂവ്ഡ് അവർ അതേ തരുന്നുള്ളൂ. എന്നാലും ഒന്നുകൂടെ ഒരു വിശ്വാസം മാത്രം കൺസിഡർ ചെയ്യണമെന്നില്ല. ഇല്ല, അതൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഏറ്റവും നല്ലത് സ്വന്തമായിട്ട് വണ്ടി നോക്കി എടുക്കാൻ കഴിവുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പ്രൈവറ്റ് വണ്ടികൾ, നല്ല വണ്ടികൾ കിട്ടും. പക്ഷേ ഇത് ഒരു പ്രശ്നം വെച്ചാൽ ഒരു സീനായി കഴിഞ്ഞാൽ നമുക്കൊരു ക്ലെയിം ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ അതേ മറ്റേ സമയം ഒരു ഡീലറെ എടുക്കുവാണെങ്കിൽ നമുക്കൊന്നും ഇല്ലെങ്കിലും അവനോട് പറയാം, അവനത് റിപ്പയർ ചെയ്യാനുള്ള ബാധ്യതയുണ്ടല്ലോ. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് നമ്മൾ വണ്ടി നേരിട്ട് പോയി കാണുമ്പോഴത്തേക്ക് അന്നേരം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് നോക്കേണ്ടത്? ഒരു ചെറിയ ഐഡിയ വെച്ചാൽ നമുക്ക് വലിയൊന്നുമില്ല, എന്നാലും വണ്ടി ഇടിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ അതിൻ്റെ ബോണറ്റ് തുറന്നെങ്കിൽ എവിടെയും പൊട്ടിച്ചിട്ടുണ്ടോ എന്ന് പറയും. പിന്നെ എൻ്റെ ഒറിജിനൽ പീസിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഓക്കെ. ചേസൊക്കെ അറിയണമെങ്കിൽ അതിൻ്റെ അടി നോക്കണം. പിന്നെ അതിൻ്റെ ബെൻഡ് കാര്യങ്ങൾ അറിയാൻ പറ്റും. എന്തെങ്കിലും പീസ് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഒറിജിനൽ ഫ്രഷ് പീസ് വരുന്നതും മറ്റേ യൂസ്ഡ് പീസ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. അതൊരു 3-4 വണ്ടി പോയി കാണുമ്പോൾ അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. പിന്നെ അതിൻ്റെ ഇൻറ്റീരിയർ, അതിൻ്റെ ഡോർ പാനലുകൾ,
അതെല്ലാം സെയിം അലൈൻമെൻ്റ് ആണോ, ബമ്പർ സെയിം അലൈൻമെൻ്റ് ആണോ, ലൈറ്റ്സ് എല്ലാം കറക്റ്റ് ആണോ. അപ്പോൾ അത് അലൈൻമെൻ്റ് ഒക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, അതിലെന്തോ അഴിച്ചു പണിതിട്ടുണ്ട്. പിന്നെ സർവീസ് തന്നെ നമ്മൾ ഫുൾ ഒന്ന് ചെക്ക് ഒന്ന് മാറിയത് വണ്ടി മുഴുവൻ നോക്കുക കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇല്ല വലുതായിട്ട്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ ഏറ്റവും നല്ലത് മിനിമം ഒരു 3 പേരെ കൊണ്ടെങ്കിലും വണ്ടി നോക്കാൻ പോവാം. 3 പേരെ കൊണ്ട് വണ്ടി നോക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരാളുടെ വ്യൂ അല്ലല്ലോ വേറെ ആൾക്കുള്ളത്, മറ്റൊരാളുടെ വ്യൂ വേറെ ആൾക്കാണ്. അപ്പം 3 വ്യൂവിൽ കാണും. അപ്പം എൻ്റെ കണ്ണിൽ കാണുന്ന കാര്യം എല്ലാവർക്കും ബ്രോ കാണുന്നത്. അപ്പോൾ ഞാനൊരു ഡിഫക്റ്റ് കണ്ടുപിടിച്ചാൽ ബ്രോ വേറെ ഡിഫക്റ്റ് കണ്ടു. ചില ആൾക്കാർ നല്ലത് കണ്ടുപിടിക്കും, ചിലപ്പോൾ ടയർ മോശമായിരിക്കും, തിരിഞ്ഞു പറഞ്ഞു. അപ്പോൾ ഇനിയും ഒരു 3 പേരെ അറിയാവുന്ന 3 പേരെ കൊണ്ട് പോവുക, അല്ല ചുമ്മാ ഈ കമ്പനി കൂട്ടിക്കൊണ്ടൊന്നും കാര്യമില്ല. ഈ ഹൈബ്രിഡ് എങ്ങനെയാണ് പ്രയോജനം ചെയ്യുന്നത് നമുക്ക്? പ്രത്യേകിച്ച് സിറ്റി ഡ്രൈവിനൊക്കെ ഹൈബ്രിഡ് ആണ് മെച്ചം അല്ലേ? ഇന്നത്തെ കാലത്ത് എല്ലാവരും ഹൈബ്രിഡ് ആകും. പെട്രോൾ കൺസപ്ഷൻ വളരെ കുറവാണ്, ബാറ്ററിയിലാണ് വണ്ടി ഓടുന്നത്. അപ്പോൾ നമ്മളൊരു ഹൈബ്രിഡ് ചാർജ് നമ്മുടെ വണ്ടി ഓടുന്നതനുസരിച്ച് ഹൈബ്രിഡ് ചാർജ് ആകും. ഇപ്പോൾ പ്ലഗ് ഇൻ ചാർജ് ഉണ്ട്, അത് പ്ലഗ് ചെയ്തിട്ട് ചാർജ് ചെയ്യുന്ന ഹൈബ്രിഡ്. അല്ലാത്തത് ഡൈനാമോ അല്ലെങ്കിൽ നമ്മൾ വണ്ടി ഓടുന്നതനുസരിച്ച് അതാണ് കൂടുതൽ ഇവിടെ എല്ലാം ഉപയോഗിക്കുന്നത്. സെൽഫ് ഹൈബ്രിഡ് എന്ന് പറയും. വണ്ടി അത് തന്നെയാണ്. മറ്റേ ഇലക്ട്രിക്കലിനാണ് കംപ്ലീറ്റ് പറഞ്ഞത്. അതാ പ്ലഗ് ചെയ്ത് അത് ബാറ്ററി കംപ്ലീറ്റ് ചാർജ് ചെയ്തിട്ട് ഓടിക്കുക. ചാർജ് ആകുമ്പം അതിൻ്റെ ചാർജ് തീരുമ്പോഴത്തേക്കും പിന്നെ പെട്രോളിലേക്ക് മാറും. മറ്റേത് വണ്ടി ഓടുന്നതനുസരിച്ച് അതിൻ്റെ ചാർജിനകത്ത് ബാറ്ററി ചാർജ് ആയിക്കൊണ്ടേയിരിക്കും. അതിന് സെൽഫ് ചാർജിങ് ഹൈബ്രിഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഒരു 30 തൊട്ട് 40 കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പെട്രോൾ അത് യൂസ് ചെയ്യത്തേയില്ല, അത് ബാറ്ററിയിൽ അങ്ങ് ഓടിക്കോളും. അതിൽ നമുക്കൊരു 50 കിലോമീറ്റർ വരെ വണ്ടി ഉപയോഗിക്കാം. 50 കിലോമീറ്റർ വീണ്ടും അത് പെട്രോളിലേക്ക് കൺവേർട്ട് ആവും. പിന്നെ അത് വീണ്ടും പെട്രോൾ ലോഡായി ബാറ്ററി ചാർജ് ആവും. പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ ബാറ്ററി എന്ന് പറയുന്നത് എത്ര വർഷം നിൽക്കുമായിരിക്കും? ഹൈബ്രിഡിൻ്റെ ബാറ്ററി ഓരോ കമ്പനിക്കാരും ഓരോന്ന് പറയുന്നത്. എല്ലാം ഒരു 3-4-5 ലക്ഷം കിലോമീറ്റർ ഓടുന്നൊക്കെ ചില കമ്പനിക്കാർ പറയും, ചില 10 വർഷം മാത്രമേ പറയുന്നുള്ളൂ. നമ്മളൊക്കെ ഏകദേശം വണ്ടി എടുക്കുന്ന ഒരു 5 വർഷം പഴക്കം വണ്ടികളായിരിക്കും. നമുക്കൊന്നും പറയാം, പക്ഷെ എന്നാലും നമ്മളെല്ലാവരും വിശ്വാസം പുറത്ത് എടുക്കുന്നേ അങ്ങനെ കംപ്ലൈന്റ് ഒന്നും വരില്ല. 1 ലക്ഷമോ അതിൽ കൂടുതലോ, പ്രത്യേകിച്ച് ടൊയോട്ട ഹൈബ്രിഡ് ഒക്കെ അതിൽ കൂടുതലുള്ള ആയിട്ടുള്ള വണ്ടികൾ ഓടിയിട്ടുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് കുറെ നാളത്തേക്ക് നമുക്ക് വിശ്വസിച്ച് ഓടിക്കാം, കുഴപ്പമില്ല. പിന്നെ ഇത് ബാറ്ററി റീഫർബിഷ് ചെയ്യാം. 12,000 രൂപ കൊടുത്താൽ പുതിയ ബാറ്ററി വെച്ച് അവർ റീസെറ്റ് ചെയ്ത് തരും. അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ എന്നാലും ഇവിടെ എടുത്തേക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു 5 ലക്ഷം കിലോമീറ്റർ ഓടിക്കുന്ന ആൾക്കാരുണ്ട് ടൊയോട്ടയുടെ വണ്ടിയൊക്കെ. അപ്പോഴത്തേക്ക് അതിൻ്റെ പരിപ്പ് ഏകദേശം കുത്തുമല്ലോ. പിന്നെ വണ്ടി മാറുക എന്നേ ഉള്ളൂ, അതിൻ്റെ പരിപ്പ് ചാറ് കുത്തുക. നമുക്ക് ഈ വലിയ പെർഫോമൻസിലോ ഒന്നിലും അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. മൈലേജ് കിട്ടും, പിന്നെ പെർഫോമൻസ് അത് ഹൈബ്രിഡ് ആകുമ്പോൾ അതിൻ്റെ രീതിയിൽ സ്റ്റാർട്ടായിട്ടേ വണ്ടി മൂവ് ചെയ്യത്തുള്ളൂ. ഫ്യൂൽ അല്ലല്ലോ ആദ്യം വരുന്നത്. അപ്പോൾ നമ്മൾ എത്ര കാലം എടുത്താലും വണ്ടി പെട്ടെന്ന് നീങ്ങില്ല. അത് അതിൻ്റെ ആ ലെവലിലോട്ട് കയറി മാത്രമേ വണ്ടി അതിൻ്റെ പെർഫോമൻസ് കാണിക്കുള്ളൂ. അപ്പോൾ പ്രീമിയം വണ്ടിയായിട്ട് നോക്കുമ്പോഴത്തേക്ക് അത് ഡയറക്റ്റ് പെട്രോളിലേക്ക് കണക്ഷനാണ്. നമ്മൾ കാല് കൊടുക്കുന്നതനുസരിച്ച് പെട്ടെന്ന് വണ്ടി മൂളി അങ്ങ് കയറും. അതാണ് അതിൻ്റെ വ്യത്യാസമുള്ളൂ. പക്ഷേ സിറ്റി ഡ്രൈവിന് ഏറ്റവും നല്ലത് ഹൈബ്രിഡ് തന്നെയാണ്. നമ്മളത് മാത്രമേ ചൂസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് പെട്രോൾ കൺസപ്ഷൻ വളരെ കുറവായിരിക്കും. എന്തുകൊണ്ടും ഹൈബ്രിഡാണ് നമ്മൾ ചൂസ് ചെയ്യും. നമുക്ക് എല്ലാവരും പറയാനുള്ളത് സിറ്റിയിൽ ലൈഫിൽ ജീവിക്കുന്ന ഒരാൾ അപ്പോൾ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ പിന്നെ ഇൻഷുറൻസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ആദ്യത്തെ വീഡിയോ തന്നെ ഉണ്ട്, നമുക്ക് ഇൻഷുറൻസ് കൂടി. അപ്പോൾ ഈ ജാപ്പനീസ് ഇമ്പോർട്ടഡ്, UK ഇമ്പോർട്ടഡ് എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം എടുത്തത് UK ഇമ്പോർട്ടഡ് ആണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വളരെ കുറവാണ് ഇൻഷുറൻസ് ആയത്. വളരെ കുറവെന്ന് പറഞ്ഞാൽ ഒരു 1700 യൂറോ അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുമ്പോഴേ UK രജിസ്ട്രേഷൻ വണ്ടി ആണെങ്കിൽ നമുക്ക് ഒരു കുറച്ചുകൂടി ഇൻഷുറൻസ് കുറഞ്ഞു കിട്ടും. അതെ, അതൊക്കെ പറയപ്പെടുന്നു. നമ്മൾ എന്തായാലും ഫസ്റ്റ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ എങ്ങനെ പോയാലും ഒരു 10,000-3000 രൂപ മാക്സിമം മിനിമം ഒരു 1500. എത്ര ആയെന്നറിയോ? പുള്ളിക്ക് 1500 ആയുള്ളൂ. അതിനകത്ത് പല ഇതുണ്ട്, അത് ഓരോ കൗണ്ട് ബേസ് വ്യത്യാസമുണ്ട്. പുള്ളിക്ക് 1500 താഴെ ആയുള്ളൂ. പിന്നെ നേഴ്സുമാരൊക്കെ ആണെങ്കിൽ അല്ലെ ഹെൽത്ത് കെയർ വർക്കേഴ്സിനൊക്കെ ഒരു ഡിസ്കൗണ്ട് ഉണ്ട്. ഫസ്റ്റ് ഇൻഷുറൻസ് പിന്നെ ലേണർ പെർമിറ്റ് ഉണ്ടെങ്കിൽ ചെറിയൊരു ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ്, ഇൻഡിവിജ്വൽ ഇൻഷുറൻസ് ഉണ്ട്. കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് എല്ലാവരുടെ കൂടിയുള്ളത്. അപ്പോൾ കാറിന് വേണ്ടി തന്നെ ഒരു ഇൻഷുറൻസ്, കാറ് മാത്രം ഓടിക്കുക. ഇവിടെ എല്ലാവരും തേർഡ് പാർട്ടി അതാ പറഞ്ഞത്. അഥവാ പല പല ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് വണ്ടി ഓടിക്കാൻ മാത്രമുള്ള ഒരു ഇൻഷുറൻസ് ഉണ്ട്. അതിനകത്ത് വേറെ ഒന്നും കവറേജ് വരുന്നില്ല. ബേസിക് ആയിട്ടുള്ള കവറേജ് ഉണ്ട്, വിൻഷീൽഡ് കവർ, പിന്നെ തെഫ്റ്റ്, അതൊക്കെ ഉണ്ട്. അല്ലാതെ വേറെ വേറൊരു വണ്ടി ഓടിക്കാനോ അല്ലെങ്കിൽ വേറെ അതിനകത്ത് വേറെ ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസ് ഒന്നും കവറേജ് വരുന്നില്ല. അതിന് കോംപ്രിഹെൻസീവ്. ഇതിപ്പം തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുത്തോളൂ. പുള്ളിക്ക് അത് മതി. കാരണം ഒരു വർഷത്തേക്ക് എങ്ങനെയും ഏറ്റവും വില കുറഞ്ഞൊരു ഒരു ഇൻഷുറൻസ് കോട്ട് ചെയ്യുക. നെക്സ്റ്റ് ഇയർ ആകുമ്പം അത് പീരീഡ് ആകുന്നതിന് മുമ്പ് എങ്ങനെയും എക്സാം പാസ്സായി ഫുൾ ലൈസൻസ് എടുക്കുക. അതൊക്കെയാണ്
വരുമ്പോൾ സേവ് ചെയ്യാനുള്ള കുറച്ചും ടെക്നിക്കുകൾ, അല്ലാതെ ഒരു രക്ഷയില്ല. വരുന്നത് എല്ലാവർക്കും വരുമ്പോഴേ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു ഇൻഡിവിജ്വൽ ഇൻഷുറൻസ് കുറിച്ച് ആർക്കും വലിയ ഐഡിയ ഇല്ല. അപ്പോൾ നമുക്കും അറിയത്തില്ലായിരുന്നു. നമ്മളും അങ്ങനെ കോംപ്രിഹെൻസീവ് അവന്മാർ ഇൻഷുറൻസ് കമ്പനിക്കാരൊന്നും വ്യക്തമായിട്ട് പറയില്ല. അവർ എത്ര മാക്സിമം നമ്മളെ കൊണ്ട് മേടിക്കാമെന്നോ അത്രയൊക്കെ അവർ പറയുള്ളൂ. അപ്പം കാറ് മാത്രം ഓടിക്കാനുള്ള ഇൻഷുറൻസ് എടുക്കുവാണെങ്കിൽ അത് മതി. അപ്പം ഇപ്പോൾ ഇൻഡിവിജ്വൽ ഇപ്പോൾ ഒരാൾ മാത്രമാണെങ്കിൽ അതെടുക്കുക, വൈഫിനോട് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാം പെർമിറ്റ് എടുത്തിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ പിന്നെ കൗണ്ടി വ്യത്യാസത്തിന് ചില പേയ്മെൻറ്റ് വ്യത്യാസമുണ്ട്. നമ്മൾ സിറ്റി താമസിക്കുമ്പം ആക്സിഡൻറ്റ് റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞ് അവരത് കൂടും. പിന്നെ ജാപ്പനീസ് കാറിന് സേഫ്റ്റി ഇല്ലെന്ന് എന്നൊക്കെ പറഞ്ഞാൽ പലവർക്കും ഓരോ ക്രൈറ്റീരിയ ആണ്. പ്രത്യേക റീസണൊന്നും ഇല്ല റേറ്റ് കൂടുന്നതിന്. നമ്മൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റെന്റ് എന്ന് പറയുന്നത് ഭീകര റെന്റാണ്. അതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒരു പോഷ് വണ്ടി എടുത്ത് ഒരുപാട് പൈസ നമുക്ക് അങ്ങനെ കുറേ ഡിപ്പോസിറ്റ് ഒക്കെ ഉള്ളവരാണേലും ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ കളയാതെ വീട് മേടിക്കാനുള്ള പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് തൽക്കാലം ഒരു ഫസ്റ്റ് ടൈം ഒരു വലിയ ഒരു നമുക്കൊരു ബഡ്ജറ്റ് പിന്നെ അത്യാവശ്യം ഇണങ്ങുന്നതും എന്നാൽ ഇതുപോലുള്ള ഹൈബ്രിഡ് നമുക്ക് ഒരു മൈലേജ് ഒക്കെ ആയിട്ട് നല്ലതായിട്ടുള്ള ഒരെണ്ണം വണ്ടി എടുക്കുക. എനിക്ക് ആദ്യം വന്ന ഒരു പ്രശ്നമായിരുന്നു, നമ്മളെല്ലാവരും മാനുവൽ ഓടിച്ച് ശീലിച്ചതാണ്. അപ്പോൾ നമുക്കിവിടെ നമ്മൾ പെട്ടെന്ന് ഒരു ഓട്ടോമാറ്റിക് കാറേ എടുക്കത്തുള്ളൂ. അപ്പോൾ ആദ്യം നമുക്കൊരു കൺഫ്യൂഷൻ വരും. റൈറ്റ് ലെഗ് മാത്രം യൂസ് ചെയ്യുക, അതുകൊണ്ട് ആക്സിലേറ്ററും നമുക്ക് ക്ലച്ച് എന്ന് പറയുന്ന സാധനം ഇല്ലല്ലോ. അപ്പോൾ ആക്സിലേറ്ററും ബ്രേക്കും യൂസ് ചെയ്യാനായിട്ട് റൈറ്റ് ലെഗ് മാത്രം യൂസ് ചെയ്യാം. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബ്രോ വന്നു. ബ്രോ ഇനി കുറച്ച് കാര്യങ്ങളില്ലേ നമ്മൾ ഡബിളിൽ എങ്ങനെയാണ് മയോ എങ്ങനെയാണ് ഫീൽ ചെയ്തത് ഇതൊക്കെ ബ്രോ ഒന്ന് പങ്കുവെക്കുന്നുണ്ട്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് തുടർന്നുള്ള വീഡിയോയിൽ കാണാം. പ്രത്യേകിച്ച് ഡിപ്പെൻഡന്റ് വിസയിലൊക്കെ വരുന്നവർക്ക് വന്നിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഡെസ്പാവേണ്ട ആവശ്യമില്ല. എല്ലാത്തിലും വിളിക്കാനുള്ള കാര്യത്തിൽ ഒക്കെ ആണെങ്കിലും വിളിക്കുക. അവർ പറയുന്നത് നമ്മൾ സോറി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവർ ഇംഗ്ലീഷിൽ പറയുന്നവർ അവർ ഒന്നുകൂടെ പറഞ്ഞു തന്നോളും. പിന്നെ നമ്മൾ സംസാരിച്ച് ഈ സ്പീക്കിംഗ് ആണെങ്കിലും ലിസണിങ് സ്കില്ലൊക്കെ ആണെങ്കിലും ഇമ്പ്രൂവ് ആകത്തുള്ളൂ. അതൊക്കെ അങ്ങ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഡിപ്പെൻഡന്റ് ആണെങ്കിലും വൈഫ് എല്ലാം ചെയ്യട്ടെ എന്നും പറഞ്ഞ് മാറിയിരിക്കേണ്ട ആവശ്യമില്ല. സ്വയം ഏറ്റെടുത്ത് ഇല്ലേ മുന്നിട്ടിറങ്ങി ചെയ്യുക. ഞാനിപ്പോ ഇവിടെ വന്നിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല, ഏകദേശം 1 മാസത്തോളം ആയുള്ളൂ. ഞാൻ ആ മയോ കൗണ്ടിൽ നിന്ന് ഇത്രയും യാത്ര ചെയ്ത് രാത്രി 2 മണിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്തു വന്നു. ഇവരോട് ചോദിച്ചു, കാരണം ഞാനൊന്ന് ഡെസ്പായിരുന്നില്ല, എന്നെ ഹെൽപ്പ് ചെയ്തില്ലെന്നും ഞാൻ പറഞ്ഞില്ല. കാരണം എൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ ഹാപ്പി ആയിട്ട് ഇവിടെ വന്ന് ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്തിട്ട് ഹാപ്പിയാണ്. കാരണം നമുക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അയർലൻഡിൽ നമ്മൾ വന്നിട്ട് നമുക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് മാത്രമാണ്. കാരണം അവരുടെ ജോലി തിരക്ക് കാരണം അവർക്ക് വരാനൊന്നും പറ്റത്തുമില്ല. കാരണം ആ സിറ്റുവേഷനാണ്, ഫാമിലിയാണ്, കണക്കും കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളത്. അപ്പം അവർക്ക് കുഞ്ഞുങ്ങളെയൊക്കെ നോക്കാനുള്ള ബ്രോയ്ക്കറിയാം. ഞാൻ വന്നപ്പോൾ എനിക്ക് ആരുമില്ല ഇവിടെ. എൻ്റെ നാട്ടിലുള്ള 1-2 പേരെന്നല്ലാതെ എനിക്ക് വണ്ടി എടുക്കാൻ ഒരു കുഞ്ഞുമില്ല. ഞാൻ തന്നെയാണ് മുഴുവൻ പോയി ചെയ്തത്. പിന്നെ കുറച്ച് പൈസ കൂടുതലാവുകയും ചെയ്തു. ഞാൻ ഇൻഷുറൻസ് 3500 ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ഇൻഷുറൻസ്. എന്ന് വെച്ചാൽ അതല്ല ഇപ്പൊ മുതലാക്കുവെന്നൊന്നും അല്ല കേട്ടോ. ഇപ്പൊ ഈ വരുന്നതും ഒക്കെ ഇതൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് മാത്രമാണ്. പ്രത്യേകിച്ച് ഒരു മുതലെടുപ്പും ഉദ്ദേശിച്ചല്ല. ഞാൻ ഇവരോട് പറഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒരു ചായ വേറെ കുടിക്കാൻ പോയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ചായ പോക്കും വേണ്ടാന്ന്. കാരണം നമ്മുടെ ഒരു അങ്ങനെ ഒരു ജസ്റ്റ് എന്ന് പറഞ്ഞ യൂട്ടിലൈസിങ് അല്ല ഇത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാലേ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഗുണമേ ഉള്ളൂ നമുക്ക്. അതില് വലിയൊരു ഉദാഹരണമാണ് ബ്രോയുടെ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി. നമുക്കും ഒക്കെ ഒരുപാട് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളൊരു ഫാമിലി പോലെ കണ്ട ഫാമിലി ചേട്ടനിയന്മാര് പോയി വണ്ടി കണ്ടു അതേ ഫീലിംഗ്. ഇവിടെ അയർലൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ചേട്ടനിയന്മാരോ ബന്ധുക്കളോ ഒന്നും നമുക്കില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള നല്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെയാണ്. എന്നാലും നമ്മൾ മനസ്സിലാക്കി നോക്കി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക. ഇനിയിപ്പോ വണ്ടി എടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡബിളിലേക്ക് വരുന്നെങ്കിൽ വിളിച്ചാൽ മതി, ഞങ്ങൾ ഫ്രീ ആണെങ്കിൽ വരും. പിന്നെ നമുക്ക് ഞാനിപ്പോ മയോയിൽ നിന്ന് വരുമ്പോഴും രാവിലെ നമുക്ക് സിറ്റി ലിങ്ക് ബസ്സുണ്ട്. ഞാൻ അവിടുന്ന് 2 മണിക്ക് കയറി ബസ്സിന് കയറി രാവിലെ ഇവിടെ വന്നു. എപ്പോഴും ചിലപ്പോ വരാൻ പറ്റിയൊന്നുമില്ല. ഇന്ന് ഡ്യൂട്ടിയും ഇല്ല, ഫ്രീ ആയിരുന്നു, സമയം ഉണ്ടാക്കി ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമായത് ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബർ നേരിട്ട് കണ്ടു. ഗ്രാമീണ ഒരു ഭംഗിയാണ് ഇവിടെ. അതെ, തണുപ്പാവുമ്പോഴും ഇതൊക്കെ തന്നെ പറയണം. അതെ തണുപ്പായിട്ട് മരവിച്ച് പുറത്തിറക്കാൻ പറ്റാതിരിക്കും. തണുപ്പിന്റേതായ ഒരു ഭംഗിയുണ്ട്. അതെ, ഇതിനെല്ലാത്തിനും ഇതാണ് ബ്രോ പറഞ്ഞ പോലെ. പിന്നെ നമ്മുടെ മൈൻഡിലാണ് കാര്യം. കാലാവസ്ഥ എന്താണോ ഇല്ലേ ആണ് എവിടെ ചെന്ന് കഴിഞ്ഞാലും ആ കൾച്ചറിനോടും ആ കാലാവസ്ഥയോടും ഒക്കെ അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ്, എന്ത് പണിയും ചെയ്യാനുള്ള ഒരു മനസ്സ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ സമ്മർ പെട്ടെന്ന് കണ്ടില്ലേ വെയില് വന്നു, കണ്ടില്ലേ 5 മിനിറ്റ് മഴ പെയ്ത് പെട്ടെന്ന് വെയില് വന്നു. ഇതാണ് ഇവിടുത്തെ സമ്മർ എന്ന് പറയുന്നത്.
അപ്പൊ വണ്ടിയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു, അത്യാവശ്യമൊക്കെ ഒരുപാട് നോക്കി. സന്തോഷം, ഒരുപാട് ഒരു ഡ്രീം കാർ, അത് ഭയങ്കര സന്തോഷമായി ഈ ടൈമില് ഇവരെ കണ്ടുപിടിക്കാൻ. ഞങ്ങളെ കണ്ടിട്ട് ഇന്നത്തെ ഒരു സർപ്രൈസ് ഉണ്ടായി, അതൊന്ന് പറയാമോ? ആക്ച്വലി ഞങ്ങൾ ഇവിടെ വിളിക്കുകയും നല്ല ഫ്രണ്ട്ലി ആയി ഇരുന്നാലും ഞങ്ങൾ സത്യം പരസ്പരം കണ്ടിട്ടില്ല. കാരണം സൗദി അറേബ്യ വന്നു, എന്നെ ഇവിടെ വന്ന ശേഷം നമ്മുടെ മാറ്റർ ഹോസ്പിറ്റലിൽ അവിടെ വന്നു കണ്ടപ്പോഴേ കാർ തുറന്നപ്പോഴേ ഞാൻ ഷോക്കായി. എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല, കാരണം ഒരു സർപ്രൈസ്. ലാസ്റ്റ് അതെ, കാരണം നമ്മുടെ ചാനൽ വണ്ടി എടുക്കുന്നതിനെ പറ്റി കണ്ടു കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് വാഹനം ഏതെടുക്കണമെന്നുള്ളതെല്ലാം ഇവരുടെ വീഡിയോ ആയിരുന്നു കണ്ടത്. അതെ, ഇന്നലെ രാത്രി കണ്ടു. ഇപ്പൊ ഇന്ന് രാവിലെ വന്നപ്പോ സ്വപ്നമാണോ ഞങ്ങളെ കണ്ടത്? ഞങ്ങൾക്കും ഭയങ്കര ഇത് കേട്ടപ്പോൾ ഭയങ്കര ഒരു സർപ്രൈസ് ആയിപ്പോയി. ഞാൻ അവിടുന്ന് മയോന്ന് ഇവിടെ ഒരു യാത്ര ചെയ്ത് വന്നപ്പോഴും ബസ്സിൽ ഇരുന്നപ്പോഴും ഈ വീഡിയോ നോക്കുക, കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് മനസ്സിലാക്കുക ഇവരുടെ വീഡിയോ കണ്ട്. ഇവിടെ വന്ന് കാർ ഓപ്പൺ ചെയ്ത് ഇവര് എനിക്കൊരു കയറാൻ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് സർപ്രൈസ് യൂട്യൂബേഴ്സ്. പിന്നെ ഞാൻ ഹാപ്പിയായി, എനിക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഒറിജിനൽ പറഞ്ഞ ആൾക്കാർ തന്നെയാണല്ലോ നേരിട്ടല്ലേ വന്ന് കണ്ടത്. അപ്പൊ തള്ളാണെന്ന് അറിയാൻ വേണ്ടി ശരിക്കും അങ്ങോട്ട് വന്നു. തള്ളലെന്ന് മനസ്സിലായില്ല, ഒരു തള്ളുമില്ല. കാരണം ഇനി വാഹനം എടുക്കാൻ വരും അന്നേരവും ഞാൻ, കാരണം അന്നേരത്തെ വീഡിയോയുടെ ഞാൻ കാണിക്കാം. 3 മണിക്ക് ട്രെയിൻ അല്ലേ? 3 മണിക്ക് ട്രെയിൻ. ഓക്കെ, ബസ്സല്ലേ? ബസ്. ബ്രോയും ഭാവിയിൽ തുടങ്ങാൻ പോകുന്ന യൂട്യൂബ് ചാനലിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. ഞാനും പ്രതീക്ഷിക്കുന്നു സപ്പോർട്ട്. പിന്നെ ഇതുപോലെ ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുക. അതുപോലെ തന്നെ എന്നെ വിളിക്കുക. അതായത് ഞാനും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാം, എനിക്ക് പറയുന്ന പോലെ ഞാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. നമ്മള് പിന്നെ ബ്രോ ഫസ്റ്റ് ടൈം ഡബ്ലിന് വരികയാണ്, വന്നിട്ട് ഇപ്പൊ 1 മാസം ആവുന്നു. എന്താണ് ഡബ്ലിനും മയോയും തമ്മിലുള്ള ഒരു വ്യത്യാസം തോന്നുന്നത്? കാരണം ഇവിടെ ഡബ്ലിനെ കുറിച്ച് പറയണത്, ഇതാണ് ക്യാപിറ്റല്. കാരണം ഇതൊരു നല്ലൊരു സിറ്റിയാണ്, ഇപ്പോഴും ഒരു തിരക്കുള്ള സ്ഥലമാണ്. ഓക്കെ, അത് വെച്ച് നോക്കണം. മയോ എന്ന് പറയുമ്പോൾ അതൊരു ജസ്റ്റ് ഒരു ഗ്രാമപ്രദേശം എന്ന് പറഞ്ഞാൽ ഡെവലപ്ഡ് ആണ്, കാം ആൻഡ് ക്വയറ്റ് ആണ്. ഓക്കെ, പിന്നെ കൂടുതൽ ഗ്രീനിയാണ്, ഗ്രീനിഷ് സ്ഥലമാണ്. അതിന്റേതായ ഒരു സൗന്ദര്യം രണ്ടിനും ഉണ്ട്, ഡബിളിനും ഉണ്ട് മയോയ്ക്കും ഉണ്ട്. കാരണം ഇച്ചിരി ഒരു കാം ആൻഡ് ക്വയറ്റ്, ഇച്ചിരിയൊക്കെ ഒരു റൈഡിങ്ങിനൊക്കെ പോകണമെന്നുള്ളവർക്കൊക്കെ മയോയിലൊക്കെ വന്നു കഴിഞ്ഞാല് നല്ലൊരു ഇതാണ്. പിന്നെ ലിവിംഗ് എക്സ്പെൻസ് ഒക്കെ ഒരു ഇച്ചിരി കൂടെ കുറവായിരിക്കും. എക്സ്പെൻസീവ് കുറവാണ്, കാരണം നമ്മുടെ ഒരു വീട് വാങ്ങുകയാണെങ്കിലും റെന്റിനാണെങ്കിൽ പോലും ഡബിളിനെ വെച്ച് നോക്കുകയാണെങ്കിൽ എക്സ്പെൻസീവ് കുറവാണ്. അതെ, കാരണം അത്യാവശ്യം വേണമെങ്കിൽ ഡബിൾ വരണമെങ്കിൽ ദൂരം വരണം. പിന്നെ ഡബിളിനെ പറ്റി പറയുകയാണെങ്കിൽ 2 വർഷം കൂടുമ്പോഴല്ലേ നാട്ടിൽ പോകുന്നുള്ളൂ. അതെ, പിന്നെ നമുക്ക് ഇവിടുന്ന് മെയിനായിട്ട് നാട്ടിലോട്ട് പോകണമെങ്കിൽ ഡബിളിന് എയർപോർട്ടിനെ ആശ്രയിച്ചേ പറ്റത്തുള്ളൂ. പിന്നെ യാത്രയിലൊന്നും നമുക്കൊരു മുഷിച്ചിലും വരത്തില്ല, കാരണം ഇത്രയും പ്രകൃതി രമണീയമായ സ്ഥലം. കാരണം നമ്മുടെ ഒരു നാട്ടും പ്രദേശത്തോട് പോകുന്ന അതേ ഒരു ഭംഗിയാണ് ഇതുവഴി. കാരണം നമ്മുടെ നാട്ടും പ്രദേശം എന്ന് പറയാം, കാരണം കൂടുതൽ മലയാളികളുണ്ട് ഇവിടെ. നമ്മുടെ അതെ, ഞാൻ UAE GCC കൺട്രിയിൽ നിന്ന് ദുബായിൽ നിന്ന് സൗദി അറേബ്യയിൽ പോയി. സൗദി അറേബ്യ എന്ന് പറയുമ്പോൾ ഒരു പച്ചിപ്പൊന്നുമില്ല, കുറെ അതെ ഡ്രൈ ആയ ഒരു ഡെസേർട്ടാണ്, ചുറ്റോട് ഡെസേർട്ട്, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഇവിടെ വന്ന് നോക്കി കഴിയുമ്പോഴും മഴ, നമ്മള് ഗൾഫിൽ നിന്നൊക്കെ വന്നവർക്കൊന്നും പെട്ടെന്ന് ഇഷ്ടപ്പെടാൻ നിർബന്ധമൊന്നും ഇല്ല. പിന്നെ ഫ്രണ്ട്ഷിപ്പ് കുറച്ച് കുറയും, കാരണം നമ്മള് ഒരു ഐസൊലേറ്റഡ് ലൈഫാണ്, ഫാമിലി ഓറിയന്റഡ് കംപ്ലീറ്റ്. വളരെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടുള്ളൂ, കാരണം അവരെ കുഴപ്പമില്ല, തിരക്കാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ഒരു വീടുണ്ടാ ചിലപ്പോ ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞാൽ എനിക്ക് അടുത്ത വീടുണ്ടാകും, ഒരു യൂണിയൻ കുറവാണ്. പിന്നെ ഇവിടെ വന്ന് എന്റെ ഒരാൾ ജോലിക്ക് പോകുമ്പോൾ ഒരാൾ മാത്രം വീട്ടിൽ കാണുമ്പോൾ കൊച്ചിനായിട്ട് വീട്ടിൽ വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഒത്തിരി മിസ്സിംഗ് ഉണ്ട്. ഉദാഹരണം സഹിതം ഇതിനൊരു റോൾ മോഡലാണ് എബി. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പ് കുറയാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്, വീട്ടിൽ അടച്ചിരിക്കേണ്ടി വരും. പക്ഷെ ഈ വീട്ടിൽ കിടന്ന് ഉറങ്ങേണ്ട സമയത്ത് ഒറ്റ മിനിറ്റ് പോലും പാഴാക്കാതെ ഫ്രണ്ട്സിനെ സഹായിച്ച് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുത്ത ഒരാളാണ് ഈ ഇരിക്കുന്നത്. ഞങ്ങള് സൗദിയെ വെച്ച് ഞങ്ങള് നേഴ്സിംഗ് ആണ്, അപ്പൊ ഞങ്ങൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും 1 വർഷമായിട്ട് 1.5 വർഷം എന്ന് പറയും. കാരണം അത്രമാത്രം ഫ്രണ്ട്ഷിപ്പായിട്ട് ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഇന്ന് കാണാനുള്ളൊരു മുഹൂർത്തം, ഒരു സമയം കൂടെ സാഹചര്യം കൂടെ ഒത്തു. ഒരു ഗെറ്റ് ടുഗദർ അങ്ങനെയുള്ള പരിപാടികളൊക്കെ വളരെ കുറവാണ്, പ്രത്യേകിച്ച് കൗണ്ടി അവേഴ്സ്. നമുക്ക് ഇവിടെ കുറച്ചുകൂടെ എക്സ്പോഷറിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആര് കൂടെ വരാൻ, ആരുടെ കൂടെ പോകാൻ, അല്ലെങ്കിൽ എന്ത് കാര്യം. അപ്പൊ ബ്രോ എടുത്ത ഒരു സ്റ്റാൻഡ് സപ്പോർട്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് മലയാളീസിന് ആരൊക്കെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ സ്പോട്ടിൽ വന്ന് നമ്മൾ ഹെൽപ്പിംഗ് ആയി ഏത് കാര്യങ്ങളും ഗൈഡ് ചെയ്യാനും എല്ലാം. ഇത്രയൊക്കെ പറഞ്ഞാലും ചില ആൾക്കാർ നെഗറ്റീവ് ഉണ്ടെന്ന്
എന്നെ സ്ഥലമാണ്. ഉണ്ട് അതാ ഞാൻ പറയാം, ആറ്റിറ്റ്യൂഡിന്റെ കാര്യമാണ് അത്. ഇവർ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും അവർ കുറ്റം പറയും. ഓസ്ട്രേലിയക്കും ഒക്കെ മൂവ് ചെയ്യുന്നുണ്ട്. അത് ചില സാഹചര്യം കൊണ്ട് ചില പിള്ളേരുടെ കുഞ്ഞുങ്ങളുടെ തന്നെ അസുഖങ്ങൾ പെട്ടെന്ന് ക്ലൈമറ്റ് വേണ്ടില്ല. ഇപ്പം സമ്മറാന്ന് പറഞ്ഞാൽ ഉടനെ മഴയായി. അപ്പം ചിലർക്ക് ക്ലൈമറ്റ് പിടിക്കില്ല. ചിലർക്ക് നല്ല ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം ഷിൽബ്രോ പറഞ്ഞ മനസ്സാണ് എല്ലാം തീരുമാനിക്കുന്നത്. മനസ്സ് എവിടെ ഓക്കെയാണ്. ഇപ്പൊ ഞങ്ങൾ വന്നിട്ട് 3 വർഷമായി. നമ്മളിവിടെ കൊണ്ട് ഹാപ്പിയാണ്. വെയിലായാലും മഴയാണെങ്കിലും. പിള്ളേർക്ക് അസുഖമുണ്ട് ഇല്ലെന്നല്ല, അതിന്റെ വെച്ചിട്ടൊക്കെ എപ്പോഴും അസുഖമാണ്. പക്ഷെ നമ്മളതുകൊണ്ട് അങ്ങനെ ജീവിക്കുന്നു. നാട്ടിൽ നിന്ന് ചൂട് കാരണം ചൂടത്ത് നിൽക്കാൻ പറ്റുന്നു, ഇങ്ങോട്ട് വരുന്നു. ഇവിടെ തണുപ്പ് കാരണം വേറെ രാജ്യത്തോട്ട് പോകുന്നു. മനുഷ്യനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 47 ഡിഗ്രി 45 ഡിഗ്രി അത്രയും ടെമ്പറേച്ചർ ഉള്ള ഗൾഫിൽ നിന്ന് ഞാൻ ഇത്രയും നല്ലൊരു തണുപ്പിലേക്ക് ഓക്കെ ആയിട്ടുള്ള തണുപ്പിലേക്ക് വരുമ്പോ എനിക്കൊരു സന്തോഷം പറഞ്ഞു. അപ്പൊ പറയുമ്പോ ഈ ഡയലോഗ് ഒന്ന് റെക്കോർഡ് ചെയ്തിരിക്കും. അപ്പൊ പറഞ്ഞു എന്റെ ദൈവം എനിക്ക് ഗൾഫിലോട്ട് പോയാൽ മതിയേ എന്നൊന്നും പറയരുത്. ഇതൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് തണുപ്പ് കൺട്രിയാണ്, നമ്മൾ വിയർക്കത്തില്ല. എല്ലാ വീഡിയോയിലും നമ്മൾ എക്സസൈസ് കുത്തിക്കേറ്റാറുണ്ട്. ഇച്ചിരി പാടുള്ള കാര്യമാണ്, പക്ഷെ എന്നാൽ പോലും എക്സസൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞങ്ങൾ കടിച്ചു പിടിച്ച് രാവിലെ ഒരു 6 മണിക്കൊക്കെ എഴുന്നേറ്റ് ഇപ്പൊ നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ എക്സസൈസ് ഒരു 1/2 മണിക്കൂർ, നമ്മൾ എന്ത് ജോലിയും ചെയ്യാൻ ഫിറ്റ് ആയിരിക്കണമെങ്കിൽ ഡെയിലി 1/2 മണിക്കൂർ എന്തെങ്കിലും ഒരു എക്സസൈസ് അത് ചെയ്യാനൂടെ നമ്മൾ സമയം കണ്ടെത്തുക. പ്രത്യേകിച്ച് ഇതുപോലുള്ള കൺട്രീസ് നമ്മൾ മടി പിടിച്ച് കിടന്നുറങ്ങും, പക്ഷെ അതിനൂടെ ടൈം കണ്ടെത്തിയാൽ വളരെ കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് നമുക്ക് പോവാം. മഴയുടെ മാറി ഇവിടുത്തെ സമ്മർ. ഇതാണ് അയർലൻഡ്. വിട്ടിട്ട് വേറെ രാജ്യത്തോട്ടൊക്കെ പോകുന്നത് ഒരു കാരണമാണ്. ഇവിടുന്ന് മൂവ് ചെയ്യാനുള്ള മെയിൻ കാരണം 5 മിനിറ്റ് കൊണ്ട് ക്ലൈമറ്റ് മാറിക്കൊണ്ടേയിരിക്കും. തണുപ്പ് ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല. പിന്നെ ഒരു 2-3 ഫസ്റ്റ് 2-3 ഇയേഴ്സ് ഒക്കെ പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരുന്നത്. എനിക്കാണെങ്കിൽ ആദ്യം വന്നപ്പോ ഈ കൈ നല്ലതായിട്ട് നീര് വന്നായിരുന്നേ, കൈ ചുമന്ന് നീരൊക്കെ വന്നായിരുന്നു. പക്ഷെ ഈ വർഷം 1 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി. എന്ന് പറഞ്ഞ പോലെ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ പോലും ചിലപ്പോൾ നമ്മൾ 2 വർഷമൊക്കെ നിൽക്കുമ്പോൾ മാറും. ഓക്കെ, അഡ്ജസ്റ്റ് ആകും. അങ്ങനെയുണ്ട്. അതുണ്ട് ബ്രോ. അതൊക്കെ നമ്മള് ഒരു സമയമുണ്ട്. എവിടെ നമ്മള് രാജ്യത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ സമയമുണ്ട്. നമ്മുടെ ഒരു ഡ്രീം ഇതാണ്, നമ്മള് പോയേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയുള്ള പോവാം. അല്ലാതെ ഇതുപോലുള്ള ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വിചാരിച്ച് നമ്മളങ്ങനെ പോകണം എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. പിന്നെ വേറൊരു കാര്യം, എന്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാല് ആരെങ്കിലും പേരൻസിനെ കൊണ്ടുവരുവാണെങ്കിൽ ഈ മാസങ്ങളായിരിക്കും നല്ലത്. അതെ. കാരണം അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അസുഖമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പോലും ഇവിടെ വന്നു കഴിഞ്ഞാൽ പറ്റിയൊരു ക്ലൈമറ്റ് ആണ്. ഇപ്പൊ പുതിയൊരു അപ്ഡേഷനോടെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു ഇല്ലേ? പേരൻസിനെ നമുക്ക് ലോങ് ടൈം നിർത്താനുള്ള ഒരു 2 വർഷം വിസ വരെ കിട്ടിയ എനിക്കൊരു ഫ്രണ്ടിനെ അറിയാം. അതായത് നാട്ടിൽ വേറെ സപ്പോർട്ടിങ് ഇല്ല. ഇപ്പം ഫാദർ മരിച്ചു, അമ്മ മാത്രമേ ഉള്ളൂ. ഫാദർ മരിച്ചു, അമ്മ മാത്രമേ ഉള്ളൂ. അല്ലെ അമ്മ മരിച്ചു, ഫാദർ മാത്രമേ ഉള്ളൂ. വേറെ ആരും ഇല്ല. ഈ മക്കളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരില്ലേ, ഇവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ആഫീസ് കൊടുക്കുന്നത്. എല്ലാവർക്കും അല്ലെന്ന് ഞാൻ കേട്ടത്. അത് നമുക്ക് ഒരാളുള്ളൂ നാട്ടിൽ, അമ്മയല്ല അച്ഛൻ മാത്രമേ ഉള്ളൂ. നമ്മള് അവരെ ടേക്ക് കെയർ ആണെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളെങ്കിൽ അവരെ കൊണ്ടുവരാം. അവർക്കാണ് വിസ കൊടുക്കുന്നത്, അല്ലാതെ എല്ലാവർക്കും കൊടുക്കുന്നില്ല. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവർക്ക് പപ്പയും മമ്മിയും ഉണ്ടായിരുന്നു. മമ്മി ഇപ്പൊ പപ്പ ഇവിടെ ഉണ്ട്, മമ്മിയും വന്നു. ഇപ്പൊ അവർക്ക് 2 വർഷത്തേക്കുള്ള വിസ കിട്ടി. പക്ഷേ 3 മാസം ഇവിടുന്ന് എക്സിറ്റ് ഇന്ത്യ പോയിട്ട് തിരിച്ചു വരണം. 2 ആഴ്ച മറ്റവർക്കെന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് 1 വർഷം വിസ. അതായത് വേറെ ആരും ഇല്ല. അപ്പം ഒരാൾ മാത്രമേ ഉള്ളൂ, ഒരു പേരന്റേ ഉള്ളൂ. മറ്റേ ഫാദറോ മദറോ ആരെങ്കിലും ഒരാളും ഉള്ളൂ. മകളാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ അവർക്ക് 1 വർഷം കിട്ടും എന്നാണ് ഞാൻ കേട്ടത്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മൾ പിന്നെ ഇടാൻ കണ്ടില്ലേ? ഡബിളിലെ അല്ലെ അയർലൻഡിലെ കാലാവസ്ഥ സമ്മറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്ത് സമ്മറാന്ന് പറഞ്ഞാലും നമുക്ക് എല്ലാം കൂടെ സ്കൂൾ അടക്കെയാണ്, പിന്നെ സമ്മർ ഹോളിഡേ ആണ്. ഒരു 2 ആഴ്ച അല്ലെ 3 ആഴ്ച ചിലപ്പോ നല്ല വെയിൽ, ഒരു 25 ഡിഗ്രി ഒക്കെ കിട്ടും. പക്ഷെ ബാക്കിയുള്ള സമയത്ത് ഇതുപോലെ മഴ പെയ്യും. 5 മിനിറ്റിനുള്ളിൽ മഴ കഴിയും, പിന്നെയും വെയിലാവും. അപ്പൊ അതൊക്കെയാണ് അവസ്ഥ. കണ്ടില്ലേ? നല്ല മഴ. നമ്മൾ ഈ പറഞ്ഞതിനെ പറ്റി ജസ്റ്റ് ഒന്ന് സംസാരിച്ചേക്കാന്ന് വിചാരിച്ചു. കാരണം നമ്മളിപ്പോ ഈ ഹോസ്പിറ്റലിന്റെ വീഡിയോ ഒക്കെ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ കൊച്ചിനെ കൊണ്ട് പനിയൊക്കെ ആയിട്ട് പോയിട്ട് 6 മണിക്കൂർ അവിടെ ഇരിക്കേണ്ടി വന്നു. ഒരു കാഷ്വാലിറ്റി ചെന്നിട്ടുള്ള അനുഭവം. അപ്പൊ ഇപ്പം ഷൈജുവും പറഞ്ഞ് ഇതൊക്കെ നമുക്ക് കുറച്ച് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ ഒരു ശീലം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലുന്നു, പെട്ടെന്ന് ഒരു ഇഞ്ചക്ഷൻ കിട്ടുന്നു, പെട്ടെന്ന് അങ്ങ് അഡ്മിറ്റ് ആക്കുന്നു എന്നുള്ളതൊക്കെയാ.
പക്ഷെ ഞങ്ങൾ ഇതിനകത്ത് ഒരു പോസിറ്റീവ് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ആഴത്തിൽ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ഇവര് നമ്മളെ ഇപ്പൊ കുഞ്ഞു പനിയായിട്ട് ചെന്നപ്പോൾ അവരാദ്യം വൈറ്റൽസ് ഒക്കെ എടുത്തു. കുഞ്ഞിന് അത്ര കുഴപ്പമില്ല എന്ന് കണ്ടു. ഫസ്റ്റ് ഒരു അസസ്മെന്റ് നടത്തി. അത് കഴിഞ്ഞ് പക്ഷെ നമ്മൾ ഒരു 5 തൊട്ട് 6 മണിക്കൂർ വരെ ഇരിക്കുകയാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഒരു ഡോക്ടറെ കാണാനായിട്ട്. അപ്പോൾ ഈ വേറൊരു ചില പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ നമുക്ക് ഇവര് ജസ്റ്റ് ചിലപ്പം നമ്മൾ വീട്ടിൽ റെസ്റ്റ് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് തന്നെ അങ്ങ് വിടും. പക്ഷെ നമ്മുടെ മലയാളികൾക്ക് ഒരു ശീലമുണ്ട്, ചെന്ന ഉടനെ ഒരു ഇഞ്ചക്ഷൻ കിട്ടി ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് നമ്മുടെ ശീലമാണ്. പക്ഷെ നമുക്ക് അത്ര ആവശ്യമില്ലെങ്കിൽ എന്തിന് ഇഞ്ചക്ഷൻ എന്നുള്ളതാണ് ഇവരുടെ ഒരു സിസ്റ്റം. അതെ, അപ്പോൾ നമുക്ക് ഒരുപാട് കുറ്റം പറയാനും പറ്റത്തില്ല. പക്ഷെ നമ്മുടെ ആ ശീലം കാരണം നമുക്കൊരു വലിയ വിഷമം വരും, ഇത്രയും സമയം നമ്മൾ ഇരിക്കേണ്ടി വരുന്നു എന്നുള്ളതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ഇത്രയും സമയം ഇരിക്കുന്നത്. അതെ, എന്ത് കാര്യങ്ങൾക്കും ഇല്ലേ ക്ഷമ നമ്മളെ അവര് പഠിപ്പിക്കും. അതെ, എല്ലാം പെട്ടെന്ന് വേണം. നമ്മൾ ആദ്യം കുറച്ച് വയലന്റ് ആവും, കുറച്ച് ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ക്ഷമ ഇവരല്ലേ നമ്മളെ പഠിപ്പിച്ചു തരും ക്ഷമ. കുറെ ഡിസഡ്വാൻറ്റേജസും കുറെ ആൾക്കാരുടെ പോസ് അറിയാതെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യത്താണ്. കറക്റ്റ് കാര്യം എന്ത് അസുഖം എന്നുള്ളത് ഫൈനലൈസ് ചെയ്തിട്ട് ഡയഗ്നോസ് ചെയ്ത ശേഷം മാത്രമാണ് അവർ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളൊരു കംപ്ലീറ്റ് പെർഫെക്ഷൻ എന്നൊന്നും പറയുമല്ല. നമ്മുടെ നല്ല ഡോക്ടേഴ്സും നല്ല അഡ്വാൻറ്റേജസും ഒക്കെ നമുക്ക് നമ്മുടെ മെഡിക്കൽ സിസ്റ്റത്തിലൊക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ ഇതിനകത്തെ നമ്മൾ ഈ കർശനമായിട്ട് അങ്ങ് വിമർശിക്കുന്നവർക്ക് നമുക്ക് തോന്നിയ ചില പോസിറ്റീവ് കാര്യങ്ങളോട് നമ്മൾ പറഞ്ഞതാണ്. ഇവര് അത്രമാത്രം ഹോസ്പിറ്റൽസും ഒക്കെ ഇല്ല, അതുകൊണ്ടുകൂടെ ആയിരിക്കാം ഇവര് നമ്മുടെ ട്രീറ്റ്മെന്റിനെയൊക്കെ കുറച്ചൊന്ന് വൈകിപ്പിച്ച ആ ഒരു സിസ്റ്റം വേറൊരു സിസ്റ്റമാണ്. പക്ഷെ അക്സെപ്റ്റ് ചെയ്യാതെ പറ്റില്ല. പോട്ടി വന്നിറങ്ങിയപ്പോ തന്നെ ഒരു ട്രോളി ഞാനും പിള്ളേരോടെ മാത്രമാണ് വന്നേ. വൈഫ് ഫസ്റ്റ് വന്ന് ഞാൻ ഈ വൈഫിന് അങ്ങോട്ട് നേരം വരാൻ പറ്റിയില്ല. അപ്പൊ ഒരു ട്രോളി ഉന്തുവാ. അപ്പൊ അതിനൊരു ലിവർ ഇങ്ങനെ പിടിക്കണം. അതായത് നമ്മുടെ ലഗേജ് എല്ലാം എടുത്തിട്ട് നമുക്ക് ഉന്തിക്കൊണ്ട് നിറച്ച് ലഗേജ് ഉണ്ടല്ലോ, ഒരു ലിവർ മേലോട്ട് പിടിച്ചാലേ അത് സ്മൂത്ത് ആയിട്ട് ഉരുളത്തുള്ളൂ. എനിക്കിത് അറിയത്തില്ല, ഞാൻ ഇങ്ങനെ ഇട്ട് തെള്ളുവാണ്. ആ പിള്ളേർ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. അപ്പൊ പിന്നെ മലയാളികൾ അപ്പുറം ഇപ്പുറം ഒക്കെ ഇരിപ്പുണ്ട്. എന്നാ ഇത് ഇങ്ങനൊന്ന് വെച്ചാൽ പോരും. ഇവരൊക്കെ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെയാ. പലരും നമ്മളെ മൈൻഡ് ചെയ്യത്ത് പോലും ഇല്ല. അവർക്കൊക്കെ ഓരോ പണികളൊക്കെ കിട്ടിയിട്ടുള്ളത് കൊണ്ടോ എങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോ ഒരു ഐറിഷ്കാരൻ വന്ന് പറഞ്ഞത് ഇത് ജസ്റ്റ് ഇങ്ങനെ ചെല്ലി കഴിഞ്ഞാൽ സ്മൂത്ത് ആയിട്ട് ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി ഈ മലയാളികളൊക്കെ എന്താ ഇങ്ങനെയെന്ന് തോന്നി. അപ്പൊ ഡബ്ലിൻ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോഴേ തമിഴ്നാടിലെ ഒരു ഫാമിലി വന്നു. അവര് വന്ന് കഴിഞ്ഞപ്പോ തന്നെ അവർക്ക് ഇത് ഇങ്ങനെ എടുക്കണമെന്ന് അറിയത്തില്ല. എന്നോട് റിക്വസ്റ്റ് ചെയ്തു, പ്ലീസ് ഒന്ന് എടുത്ത് തരാമോന്ന്. ഉങ്ങൾക്കാരെ മുടിയും എല്ലാം മുടിയാം. ഞാൻ എടുത്തു കൊടുത്തപ്പോൾ അവർക്ക് എന്ത് സന്തോഷം അറിയുന്നത്. താങ്ക്സ് ബ്രദർ എന്ന് പറഞ്ഞത്. ഇവിടെ എല്ലാം സ്വയം പര്യാപ്തം എല്ലാം തന്നെ. ഇവിടെ കണ്ടപ്പോൾ ലേബേഴ്സിന്റെ എണ്ണം ഇല്ല, വളരെ കുറവാണ്. ലേബേഴ്സ് ഇല്ല, മുഴുവൻ മെഷീൻമാർക്ക് ഒരു മെഷീൻ മതി എല്ലാം ചെയ്യാൻ. പിന്നെ നമ്മൾ തന്നെയല്ല ഇവിടെ മുടിച്ചെടി വെട്ടുന്നതും പുല്ല് വെട്ടുന്നതും എല്ലാം അവനും തന്നെയാണ്. കാരണം ഇവിടുത്തെ ഒന്നാമത്തെ ഭയങ്കര ചെലവാണ് ഈ ലേബേഴ്സിനെ വിളിക്കുന്നത്. ലേബേഴ്സ് ഇല്ല, അങ്ങനെ എല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതെന്നാണ് എല്ലാവരും നടക്കുന്നത്. ഇവിടെ സെലക്ഷൻ ഞാൻ പറഞ്ഞു, നല്ല സെലക്ഷനാണ്. കാരണം ടൊയോട്ട എന്നുള്ള വണ്ടി നമുക്ക് വിശ്വസിക്കാവുന്നൊരു വണ്ടിയാണല്ലോ. അത് യാരിസ് കുഞ്ഞൊരു വണ്ടി. ഈവൻ വേറൊരു വണ്ടി മാറണേ പോലും വൈഫിനെ പഠിപ്പിക്കാൻ പറ്റിയൊരു ചെറിയ വണ്ടിയാണ്. ഞങ്ങൾ ഹൈബ്രിഡ് വണ്ടികളെ പറ്റിയൊക്കെ പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് സ്വപ്നമായിട്ടുള്ള വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വന്തമായി ഹൈ ബഡ്ജറ്റോ ലോ ബഡ്ജറ്റോ ഒക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ലോ ബഡ്ജറ്റ് വണ്ടി ഒരു 7 സീറ്റർ നമുക്ക് എങ്ങനെ മേടിക്കാമെന്നുള്ള ഒരു വീഡിയോ ഞങ്ങൾ നെക്സ്റ്റ് ആയിട്ട് ഇടുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഷെയർ ആൻഡ് ഗീവ് എ തംസ് അപ്പ്. താങ്ക്സ് വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ ഫ്രം ഐറിഷ് ടുഡേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എന്താ ബ്രോ പറയാനുള്ളത്? നിങ്ങളുടെ സപ്പോർട്ടും ഷെയറും ഇനിയും ഉണ്ടാകണം. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു കമന്റ് പ്രത്യേകിച്ചിട്ടില്ല, ഒരു തംസപ്പ് എങ്കിലും നമുക്കൊരു സപ്പോർട്ടായിട്ട്. നിങ്ങളുടെ ഒരു ഇൻസ്പിറേഷനാണ് നമ്മുടെ എനർജി. വൈൻഡപ്പ് ചെയ്യാം അല്ലേ? വൈൻഡപ്പ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.